ഹലോ മുദ്ര ചാനലിലേക്ക് ഞാൻ ഒരു വീഡിയോ ഇറക്കിയായിരുന്നു. അതായത് ഒരു എറണ്ട കാട്ടുതാറാവ് എന്നതിനെ കുറിച്ചൊരു വീഡിയോ എൻ്റെ വീടിൻ്റെ അടുത്ത് വെച്ച് ഞാൻ കണ്ട്. അത് ഞാൻ ഇറക്കിയായിരുന്നു. അത് ഏകദേശം ഒരു 4,00,000 പുറത്ത് ആൾക്കാർ അതിനെ കണ്ട് ഒരുപാട് ഫോളോവേഴ്സൊക്കെ ആയി. സബ്സ്ക്രൈബൊക്കെ ഒരുപാട് പേര് ചെയ്തു. അതിനെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങളും വന്നു. പലരും പല അഭിപ്രായങ്ങളെങ്കിലും ഭൂരിപക്ഷം അഭിപ്രായത്തിന് കാട്ടുതാറാവ് എന്നുള്ളതാണ്. പിന്നെ എറണ്ട അങ്ങനത്തെ പേര് കൊണ്ട് കാട്ടുതാറാവാണെന്നുള്ളതാണ് ഭൂരിപക്ഷം. ഈ 3,00,000 പുറത്ത്. പിന്നെ ഇടയ്ക്ക് കുറെ പേര് ഇതാണെന്ന് ദേശാടന പക്ഷി പറഞ്ഞ്, പിന്നെ മറ്റ് പലതും അഭിപ്രായമുണ്ട്. ഏതായാലും ഇത് വിദേശിയാണെന്നുള്ള കാര്യം കറക്റ്റാണ്. അതിനെക്കുറിച്ച് ഞാനൊന്ന് സ്റ്റഡി ചെയ്തപ്പം ഇത് ഇവിടെ ഉള്ളതല്ല. ഇത് ദിവസങ്ങൾക്ക് മുമ്പ് പിന്നെ വേറെ സുഹൃത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പണ്ടെങ്ങോ കണ്ട വീഡിയോ ആണ്, അതാണ് ഇപ്പോഴും എടുത്തിട്ടതല്ല. ഇതെന്റെ വീടിന്റെ അടുത്ത് എനിക്ക് നേരിട്ട് കിട്ടിയ സംഭവമാണ്. അത് കണ്ടാൽ തന്നെ അറിയാലോ. അപ്പൊ ഇത് ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇത് വീട്ടിന്റെ അടുത്തുള്ള ഭയങ്കര ഉയരത്തിലുള്ള ഒരു തെങ്ങിൽ വന്നിരിക്കുമായിരുന്നു. ഞാൻ രാവിലെ വർക്കിന് പോകുന്നത് കൊണ്ട് അത് അറിയത്തില്ല. വന്നിരിക്കുമായിരുന്നു. അപ്പൊ ഇവിടെ ഉള്ള പലരും അത് കണ്ടു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് ദേശാടന പക്ഷിയാണെന്നായിരുന്നു അവരുടെ സംശയങ്ങൾ. അവരിത് മനസ്സിലാക്കിയത്. കാരണം ഭയങ്കര ഉയരമുള്ള ഒരു തെങ്ങിലായിരുന്നു. അത് കൂടെ ഇങ്ങനെ വന്ന് ഇരിക്കുമായിരുന്നു. പക്ഷെ ഇരുന്നിട്ട് എന്താ സംഭവം, അവിടെ മുട്ടയിട്ട് അത് വിരിപ്പിച്ചത്. അതാണ് ഇടയ്ക്കിടയ്ക്ക് അവിടെ കാണപ്പെട്ടത്. ഈ കുഞ്ഞൊരു പരിധിയാകുമ്പോൾ അത് ചിറകൊന്നും വെക്കണ്ട, അപ്പോഴത്തേക്ക് തന്നെ കുഞ്ഞുമായിട്ട് ഇങ്ങ് ചാടും. എത്ര ഉയരത്തിൽ നിന്ന് ഇതിന്റെ കുട്ടി ചാടിയാലും ഇതിനൊന്നും സംഭവിക്കില്ല. ചിറക് അടിച്ചടിച്ചൊന്ന്, ചിറക് ഇല്ല, ഇങ്ങനെ മാംസം പോലെ ഇരിക്കുന്ന, അത് അടിച്ചടിച്ചൊന്ന് താഴെ വീഴും, അതിനൊന്നും സംഭവിക്കില്ല. അങ്ങനെ ആ തെങ്ങിൽ ഇരുന്ന് വിരിപ്പിച്ചിട്ടാണ് അത് ആ കൂടെ ഇടയ്ക്കിടയ്ക്ക് അവർ 2 എണ്ണത്തിനെ കണ്ടിരുന്നത്. അങ്ങനെ ചാടിയാണ് താഴെ വന്നത്. താഴെ വന്നപ്പോൾ ആ കാട്ടിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് എൻ്റെ കണ്ണിൽ പെടുന്നത്. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. ഏതായാലും അതിനകത്ത് ഒരുപാട് കമൻറ്റുകളും 4,00,000 പുറത്ത് ആൾക്കാർ അത് കണ്ട്. എനിക്ക് തന്നെ അതിശയം തോന്നിപ്പോയി. അപ്പോൾ ആ കണ്ടയും അഭിപ്രായം പറഞ്ഞ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാർദവമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരുടെയും അഭിപ്രായം വളരെ നല്ലതാണ്. അവരവരുടെ അറിവ് വെച്ച് അതിനെക്കുറിച്ച് പറഞ്ഞ് അത് പിന്നെ ഞാൻ കുറച്ച് ഭാഗം എടുത്തിട്ട് പോരുന്ന എനിക്ക് അർജന്റ് ആയതുകൊണ്ട് അതിനെ ഫോളോ ചെയ്യാൻ പറ്റിയില്ല. അത് അവിടുന്ന് നടന്ന് താഴെ ഒരു വീട്ടിലോട്ട് ചെന്നിറങ്ങി. ആ വീട്ടിൽ ചെന്നിറങ്ങിയപ്പോൾ അവിടുത്തെ ഒരു കുട്ടി അതിനെ 2 എണ്ണത്തിനെ പിടിച്ച് കൂട്ടിലിട്ട്. ആ 2 എണ്ണത്തിനെ പിടിച്ച് കൂട്ടിലിട്ടപ്പോൾ അത് ഒരു കാരണവശാലും അവിടെ നിന്ന് പോകാതെ തള്ള 3 എണ്ണം അവിടെ നിൽക്കുക. ആ തള്ള 2 എണ്ണവും ആണും പെണ്ണും ഓട്ടിന്റെ മേളിൽ പറന്നു കയറും, താഴെ ഇറങ്ങും. അങ്ങനെ അത് മണിക്കൂറുകളോളം അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവസാനം ആ വീട്ടുകാർക്ക് തന്നെ വിഷമം തോന്നി. അവരതിനെ തുറന്നു വിട്ടു. കൊച്ചിനെ വഴക്കുറഞ്ഞിട്ട് അതിനെ തുറന്നു വിട്ടു. ആ തുറന്നു വിട്ടപ്പോൾ ആ 2 കുട്ടികൾ പുറത്തിറങ്ങിയപ്പോൾ അതിന് സന്തോഷമായിരുന്നു. 5 എണ്ണമായിട്ട് കറക്റ്റായിട്ട് അങ്ങ് താഴെ വയലുണ്ട്, വയലേലുള്ള അങ്ങോട്ട് അതങ്ങ് പോയി. പിന്നെ അതിനെക്കുറിച്ച് വിവരമില്ല. ഏതായാലും സംഗതി ഒരു നല്ല കാഴ്ച. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് അതിനെ കണ്ടതാണ്. കൊള്ളായിരുന്നു. ഒരുപാട് പേര് അതിനെക്കുറിച്ച് അഭിപ്രായം എഴുതി. എല്ലാവർക്കും നന്ദി. പിന്നെ ഇനി അതിനെ എവിടെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്തിറക്കാം. ഓക്കെ, നന്ദി.